പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം, നല്ല സമറിയക്കാരന്റെ ഉപമയുടെ രംഗത്ത് നിയമജ്ഞൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. നിയമജ്ഞന് ഈശോ മറുപടി നൽകുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും. ആദ്യം ചിന്തയാണ് വരുന്നത്, പിന്നെ വാക്കാകും, പിന്നെ പ്രവൃത്തിയാകും. ചിന്തയിൽ മാറ്റം വരുത്തിയാൽ പ്രവൃത്തിയിൽ മാറ്റം വരുത്താമെന്ന് 1960-കളിൽ ആരൻ ടി ബെക്ക് എന്ന അമേരിക്കൻ മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചികിത്സാരീതിയുടെ പേര് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ വൈജ്ഞാനിക ചികിത്സ എന്നാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ പെരുമാറ്റത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ടു എന്നും, നമ്മുടെ ചിന്തകളും പെരുമാറ്റങ്ങളിലും നമ്മുടെ അബദ്ധധാരണകളിലും അതുപോലെ പ്രതികൂല ചിന്താരീതികളും മാറ്റിയാൽ നമുക്ക് ക്രിയാത്മകമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അദ്ദേഹം തൻ്റെ സിദ്ധാന്തത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, ഒരുപക്ഷെ 1000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുകയുണ്ടായി, വന്യവും സ്തുത്യർഹവും പരിശുദ്ധവും പ്രശംസായോഗ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുമെന്ന്. 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിലാണ് വില്യം വൂണ്ടിലൂടെ ആധുനിക മനഃശാസ്ത്രം രൂപപ്പെട്ടു വരിക. എന്നാൽ ക്രിസ്തുവിന് മുമ്പ് 1200-നും ക്രിസ്തുവർഷം 200-നും ഇടയ്ക്ക് കടന്നു വന്ന ദൈവ നിവേശിതമായിട്ടുള്ള ബൈബിൾ ഇന്ന് ആധുനിക മനഃശാസ്ത്രത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനു മുൻപേ തന്നെ അതിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും അത്ഭുതാവഹമായിട്ട് ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.